മന്ത്രി വി ശിവൻകുട്ടി ഈ കുട്ടിയുടെ വീട് സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ ആ 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയാണ് ഇന്നലെ രാവിലെ 10:30 മുതൽ കാണാതായതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ മാതാപിതാക്കളടക്കം നമ്മളോട് പറഞ്ഞത്. പോലീസും അത് തന്നെയാണ് പറയുന്നത്. ഇത്രയധികം മണിക്കൂറുകളായി 26 മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്നിട്ട് കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസ് ഇന്നലെ മുതൽ അതുമായി ബന്ധപ്പെട്ടുള്ള കഠിന പ്രയത്നം നടത്തി വരുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പോലീസിന് അതിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു തെളിവും ഇതുവരെ ലഭിച്ചില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ മാതാപിതാക്കളടക്കമുള്ളവരുമായും ശിവൻകുട്ടി സംസാരിക്കുകയാണ്. സ്വാഭാവികം വലിയ സങ്കടത്തിലാണ് മാതാപിതാക്കൾ ഉള്ളത്. പ്രത്യേകിച്ച് കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടായി, അമ്മ ശകാരിച്ചു, അതിൻ്റെ പേരിൽ കുട്ടി ഇറങ്ങിപ്പോയി, അതിനെ കാണാനില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന വേദന, അച്ഛനൊക്കെയുണ്ടാകുന്ന വേദന നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വലിയ സങ്കടത്തിലും വലിയ വേദനയിലുമാണ് ആ മാതാപിതാക്കളുള്ളത്. എന്നാൽ ഈ പറഞ്ഞ വീട്ടിൽ സിബിളിങ്സ് തമ്മിലുള്ള തർക്കമൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്നതല്ലേ. ഇപ്പോൾ തമ്മിലടിയും അല്ലെങ്കിൽ കശപിശയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്നതാണ്. അതിലൊരു ശകാരങ്ങളും എല്ലാ വീട്ടിലും ഉണ്ടാകുന്നതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്ന് കരുതിയൊന്നും അല്ലല്ലോ. അങ്ങനെ അടി കൊടുക്കുന്ന വീട്ടിൽ നിന്ന് പെട്ടെന്ന് ടപ്പയിൽ ഇറങ്ങിപ്പോകും എന്നൊക്കെ കരുതി ആരും ചെയ്യുന്നതല്ല. അപ്പോൾ അതിൻ്റെ വലിയ വേദനയിൽ കഴിയുന്ന കുടുംബത്തെ സമാധാനിപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തിയതാണ്. അവിടെ നിന്ന് ഫോണിൽ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും 26 മണിക്കൂറുകൾ പൂർത്തിയാക്കി 27 മണിക്കൂറിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സൂചന നമുക്കിപ്പോഴും ആശ്വാസകരമായൊരു സൂചന ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. കഴക്കൂട്ടത്തിനും കന്യാകുമാരിക്കും ഇടയ്ക്കുള്ള എല്ലാ തീവണ്ടി സ്റ്റേഷനുകളെയും CCTV പരിശോധിക്കാനുള്ള അങ്ങനെ വിപുലമായ പരിശോധനയിലേക്ക് പോലീസ് കടക്കുകയാണ്. ഒരുപക്ഷെ മന്ത്രി വി ശിവൻകുട്ടി ഈ മാതാപിതാക്കളോട് സംസാരിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി എന്തെങ്കിലും ഇതുവരെ നമുക്കറിയാത്ത പോലീസിൻ്റെ സെർച്ചിൻ്റെ പല വിവരങ്ങൾ മന്ത്രിയുടെ കയ്യിലുണ്ടോ? पुलिस स्टेशन में कंप्लेन किया, मेरा बच्चा गुम गया. वो अभी नहीं गुम गया, और कोई बात नहीं, वो बात है. രാവിലെ സ്കൂളിൽ അവരവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടുത്തെ ഫോൺ ഫോൺ വെച്ചിട്ടുണ്ട് മക്കളുടെ അടുത്ത്. അപ്പൊ അതിനകത്ത് ഒരു മോള് വിളിച്ചിട്ട് 2 മക്കൾ അടികൂടുന്നു പറയാം. മക്കളെ ഒന്ന് ശകാരിച്ചു. വിദ്യാഭ്യാസ കാര്യങ്ങൾ പറയുകയാണ്. ഈ 13 വയസ്സുകാരുടെ അച്ഛനും അമ്മയും എന്താണ് സംഭവിച്ചതെന്നൊക്കെ പറയുകയാണ്. അവർ ഒരു നല്ല വാർത്ത പ്രതീക്ഷിക്കാൻ തുടങ്ങിയിട്ട് കുറേ അധികം സമയമായും 26 മണിക്കൂർ പൂർത്തിയാക്കി 27 മണിക്കൂറിലേക്ക് കടക്കുന്നു. മാർത്താണ്ഡം, കളിയിക്കാവള തുടങ്ങി പാറശാല വരെയുള്ള ഇടങ്ങളിൽ CCTV പോലീസ് സംഘം തിരിഞ്ഞു പരിശോധിക്കുമെന്നുള്ളതാണ് കഴക്കൂട്ടം പോലീസ് ഏറ്റവും ഒടുവിൽ അറിയിക്കുന്നത്. ഇംഗ്ലീഷിലും തമിഴിലും മിസ്സിംഗ് കാർഡ് അടിച്ചിറക്കാനും കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ P. നിയാസ് നേരെ നിർദ്ദേശം നൽകുന്നു. ഇതിനോടകം തന്നെ ആ മിസ്സിംഗ് കാർഡുകൾ വരുന്നുണ്ട്. പാറശാലയ്ക്കും കന്യാകുമാരിക്കും ഇടയിലെ 3 സ്റ്റേഷനുകൾ, അത് കുഴിത്തുറ, ഇരണിയൽ, നാഗർകോവിൽ, കോട്ടാർ സ്റ്റേഷനുകളിൽ വ്യാപക പരിശോധനയ്ക്കാണ് കഴക്കൂട്ടം പോലീസിന്റെ നിർദ്ദേശം. അപ്പോൾ പരിശോധന അതിൻ്റെ വേറൊരു തലത്തിലേക്ക് കടക്കുകയാണ്. നേരത്തെ ഒരു 5-അംഗ പോലീസ് സംഘമോ അല്ലെങ്കിൽ ചെറിയ പോലീസ് സംഘങ്ങളിൽ നിന്ന് വിട്ട് കുറച്ചുകൂടി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും വ്യാപിപ്പിക്കുന്ന രീതിയിൽ, കുറച്ചുകൂടി ഏകോപിപ്പിക്കുന്ന രീതിയിലുള്ള റെയിൽവേ പോലീസിനെയും തമിഴ്നാട് പോലീസിനെയും ഒക്കെ ചേർത്തുകൊണ്ടുള്ള വലിയ ഒരു ഏകോപന സ്വഭാവത്തിലുള്ള പരിശോധനയിലേക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ ഇതിനോടകം തന്നെ വൈകിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. കാര്യം 26 മണിക്കൂർ 13 വയസ്സുകാരി എവിടെയാണെന്ന് അറിയില്ല, നമുക്കൊരു സൂചനയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. എന്തായാലും മന്ത്രി വി ശിവൻകുട്ടി തസ്മിത്തിൻ്റെ വീട്ടിലാണ്.